മഹാനായ ഇബ്രാഹിം റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം അത് നാം ഓരോരുത്തരും അറിഞ്ഞിരിക്കേണ്ടതാണ്. വലിയ സുന്ദരമായ ചരിത്രമാണ്. ആവേശത്തോടെ വായിച്ചെടുക്കാൻ കഴിയുന്ന മഹാനായ ചരിത്രമാണ്. ഞാനൊക്കെ പഠിക്കുന്ന സമയത്ത് വലിയ ദിവസം ആഴ്ചയിൽ ഒരു ദിവസം മഹാനവരുടെ ചരിത്രം കാണാം. കുറഞ്ഞ ഭാഗം മാത്രമേ ഉണ്ടാവൂ. അത് വായിച്ചിട്ട് അടുത്ത വായിക്കണമെങ്കിൽ അടുത്ത ആഴ്ച വരെ കാത്തിരിക്കണം. അങ്ങനെ സുന്ദരമായ മഹാനവരുടെ ചരിത്രമാണ്. ആ മഹാനായ ഇബ്രാഹിം റളിയല്ലാഹു അൻഹു സംഘവും ഒരു ദിവസം പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ആ ജനങ്ങളെല്ലാം ഇബ്രാഹിം റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കുകയുണ്ടായി, അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ടല്ലോ, നിങ്ങൾ എന്നോട് ചോദിച്ചോ, ഞാൻ നിങ്ങൾക്കെല്ലാം നിങ്ങൾ എന്നോട് ചോദിച്ചോ, ഏത് പ്രതിസന്ധി ഘട്ടത്തിലാണെങ്കിൽ നിങ്ങൾ എന്നോട് ചോദിച്ചാലും ഞാൻ നിങ്ങൾക്ക് മറുപടി നൽകാം, ഉത്തരം നൽകാം എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. പക്ഷെ ഞങ്ങൾ എപ്പോഴും ഞങ്ങളുടെ പരിഭവം എല്ലാം ഞങ്ങൾ അല്ലാഹുവിന് മുന്നിൽ സമർപ്പിക്കുന്നുണ്ട്. എത്രയോ തവണ ഞങ്ങൾ പറയുന്നുണ്ട്, പക്ഷെ ഞങ്ങൾക്ക് അതിന് ഉത്തരം തരുന്നില്ല. അതെന്താ എന്ന് ഇബ്രാഹിം റളിയല്ലാഹു അൻഹുവിനോട് അവിടുത്തെ ജനങ്ങൾ ചോദിച്ച സമയത്ത് മഹാനവർ പറയുന്നുണ്ട്, 10 കാര്യങ്ങളെ കൊണ്ട് നിങ്ങളുടെ ഹൃദയം മരവിച്ചു പോയി. 10 കാര്യങ്ങൾ നിങ്ങളുടെ ഹൃദയത്തെ മരവിച്ച് കളഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാത്തതാണ്. അതുകൊണ്ടാണ് പറയുന്നത്. ഏതാണ് 10 കാര്യങ്ങൾ? ഒന്നാമത്തത്, അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് നമ്മളെ സൃഷ്ടിച്ചതെന്ന് നമുക്കറിയാം. എല്ലാത്തിന്റെയും ഉടമ അത് അല്ലാഹുവാണെന്ന് നമുക്കറിയാം. അവർക്ക് ഒരുപാട് കടമകൾ നാം വീട്ടേണ്ടതുണ്ട് എന്നും നമുക്കറിയാം. എന്നിരുന്നാലും അതൊക്കെ നാം അറിഞ്ഞിട്ടും അല്ലാഹുമായുള്ള ബന്ധം, അല്ലാഹുമായുള്ള കരാർ അത് നിങ്ങൾ പുലർത്താതെ വരുന്നു. അതാണ് ഒന്നാമത്തെ കാര്യം ഇബ്രാഹിം റളിയല്ലാഹു അൻഹു പറയുന്നത്. രണ്ടാമത്തെ കാര്യം പറയുന്നത്, നിങ്ങൾക്ക് ഖുർആൻ പാരായണം ചെയ്യാൻ അറിയാം. ഖുർആനിൽ പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്കറിയാം. ഖുർആൻ എന്തെല്ലാം ചെയ്യാൻ പറയുന്നു അതൊക്കെ നിങ്ങൾക്കറിയാം. എന്നിരുന്നാലും നിങ്ങൾ ഖുർആൻ പറയുന്നതൊന്നും നിങ്ങൾ ചെയ്യുന്നില്ല, നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നില്ല. അതാണ് രണ്ടാമതായി പറഞ്ഞത്. മൂന്നാമത്തത്, ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അതിയേറ്റം സ്നേഹിക്കണമെന്നും അവിടുത്തെ ജീവിതചര്യ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരണമെന്നും എല്ലാം നിങ്ങൾക്കറിഞ്ഞിട്ടും ആ സുന്നത്തിനെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നില്ല എന്ന് മഹാനവർ പറയുന്നു. നാലാമത്തതായിരുന്നു, നിങ്ങളെപ്പോഴും പറയുന്നുണ്ട് പിശാച് നമ്മുടെ ബദ്ധ ശത്രുവാണെന്നും അവൻ നമ്മെ തിന്മയിലേക്ക് കൊണ്ടുപോകുന്നു, അവനെ നാം വഴിപ്പെടരുത് എന്നും നിങ്ങളെപ്പോഴും പറഞ്ഞു നടക്കുന്നുണ്ട്. എന്നാൽ നിങ്ങൾ അവനെ തൃപ്തിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാം അറിഞ്ഞിട്ടും അവനെ നിങ്ങൾ തൃപ്തിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണെന്ന് മഹാനായ ഇബ്രാഹിം റളിയല്ലാഹു അൻഹു പറയുകയാണ്. അഞ്ചാമതായി എണ്ണിയത്, സ്വർഗം നമുക്ക് ആവശ്യമാണെന്ന് നിങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. എപ്പോഴും പറയുന്നത് നമുക്ക് സ്വർഗം വേണം, നമുക്ക് സ്വർഗം വേണം, അതിലേക്ക് എത്തണമെന്ന് എപ്പോഴും പറയുന്നു. എന്നാൽ അതിലേക്ക് എത്തിപ്പെടാനുള്ള വഴികളെ സ്വീകരിക്കുന്നില്ല. ആറാമതായി പറയുന്നത്, നിങ്ങൾ നരകത്തെ ഭയപ്പെടുന്നു. നരകത്തിന്റെ ശിക്ഷ അത് കഠിനമാണെന്നും അതിലേക്ക് അകപ്പെടുന്നത് ഭയപ്പെടുന്നു എന്നുവരെ നിങ്ങൾ പറയുന്നു. എന്നാൽ അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ളതൊന്നും നിങ്ങൾ ചെയ്യുന്നില്ല. അതുപോലെ തന്നെയാണ് നിങ്ങൾ പറയുന്നത്, മരണം അത് ഉറപ്പാണ്. ജനിച്ച ഈ ഭൂമി ലോകത്തേക്ക് വീണ ഏതൊരു വ്യക്തിയും അവൻ മരണം മരിക്കുകയും മണ്ണോട് ചേരുമെന്ന് നിങ്ങൾ എപ്പോഴും പറയുന്നുണ്ട്. എന്നാൽ ആ മരണത്തിലേക്ക് നിങ്ങൾ മരിക്കുന്നതിന് മുമ്പ് നല്ല മരണമാകണമെന്നും മരിച്ചു കഴിഞ്ഞാൽ ഉഖറവിയായ ജീവിതം സന്തോഷകരമാകണമെന്നും അതിനുള്ള ഒരു തയ്യാറെടുപ്പും നിങ്ങൾ തിരഞ്ഞെടുക്കുന്നില്ല. അതുപോലെ തന്നെ നിങ്ങൾ ഏറ്റവും ഇഷ്ടം വെക്കുന്നുണ്ട്, നിങ്ങൾ ഏറ്റവും ആഗ്രഹിക്കുന്നു മറ്റു ജനങ്ങളുടെ അയ്ബുകൾ, അവരുടെ ന്യൂനതകളെല്ലാം, അവരുടെ പോരായ്മകളെല്ലാം പറയുന്നതും കേൾക്കുന്നതും നിങ്ങൾ ആനന്ദം കൊള്ളുന്നു. സ്വന്തം അയ്ബുകളെ നിങ്ങൾ ഓർക്കുന്നില്ല. സ്വന്തം അയ്ബുകളെ നിങ്ങൾ മറച്ചു വെച്ചുകൊണ്ട് മറ്റുള്ള ജനങ്ങളുടെ അയ്ബുകളെ പറയുന്നതിലൂടെ നിങ്ങൾ രസം കണ്ടെത്തുകയാണ്. ഒൻപതാമതായി പറയുന്നുണ്ട്, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ അനുഗ്രഹങ്ങളെ നിങ്ങൾ വേണ്ടുവോളം തിന്നുകയും കുടിക്കുകയും അത് ഉപയോഗപ്പെടുത്തുകയും ചെയ്യുന്നു. എന്നാൽ നിങ്ങൾ ശുക്ർ ചെയ്യുന്നില്ല. നിങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾ എന്ത് ചെയ്യുന്നില്ല? നന്ദി
നന്ദി പ്രകടിപ്പിക്കുന്നില്ല, അതോടെ അള്ളാഹു നിങ്ങളുടെ ദുആ സ്വീകരിക്കില്ല. അതുപോലെ തന്നെയാണ് പത്താമതായി എണ്ണുന്നു നിങ്ങളുടെ വേണ്ടപ്പെട്ടവരെയും നിങ്ങളുടെ കുടുംബക്കാരെയും എല്ലാവരെയും ഏറ്റവും അടുത്ത ആളുകൾ വരെ നിങ്ങൾ എന്ത് ചെയ്യുന്നു? അവർ മരണപ്പെട്ടു കഴിഞ്ഞാൽ അവരെ ഖബറിലേക്ക് കൊണ്ടുപോകുന്നു, അവരെ മറമാടുന്നു, അവരെ മരണ സംസ്കരണങ്ങളെല്ലാം ചെയ്യുന്നു. എന്നാൽ നിങ്ങൾ ഓർക്കുന്നില്ല ഇതുപോലെ ഒരു സാഹചര്യം എനിക്കും വരാനുണ്ട് എന്ന് നിങ്ങൾ ഓർക്കുന്നില്ല. അവനെ ഖബറടക്കുന്നു, അത് കഴിഞ്ഞ് തിരിച്ചു പോകുന്നു, പഴയതുപോലെ ജീവിതത്തിലേക്ക് പോവുകയാണ്. മരണത്തെ ഓർക്കുകയും ഖബർ ജീവിതം നിങ്ങൾ ഓർക്കുകയും ചെയ്യുന്നില്ല. പിന്നെ എങ്ങനെയാണ് പിന്നെ എങ്ങനെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾ ചോദിക്കുന്നതിന് ഉത്തരം തരുക എന്ന് ഇബ്രാഹിം റളിയല്ലാഹു അൻഹു ജനങ്ങളെ പഠിപ്പിക്കുകയാണ്. ഈ 10 കാര്യങ്ങളിൽ നിന്ന് നാം രക്ഷപ്പെടുകയാണെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതുപോലെ നിങ്ങൾ എന്നോട് ചോദിക്കൂ, ഞാൻ നിങ്ങൾക്ക് വേണ്ടതെല്ലാം തരുമെന്ന് മഹാനായ ഇബ്രാഹിം റളിയല്ലാഹു അൻഹു പഠിപ്പിക്കുകയാണ്. അല്ലാഹു നമ്മുടെ ഹൃദയത്തെ ശുദ്ധീകരിക്കുമാറാകട്ടെ. എല്ലാ തെറ്റുകളിൽ നിന്ന് നമ്മുടെ ഹൃദയത്തെ കറകളഞ്ഞ ഹൃദയമാക്കി നമ്മുടെ ഹൃദയം പരിപൂർണമായ പ്രകാശമുള്ള ഹൃദയമാക്കി മാറാൻ